ഹലോ, എല്ലാവർക്കും കിച്ചുട്ടൻസ് ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏട്ടൻ പോയി. പിന്നെ അപ്പോൾ ഇന്നൊരു യാത്രയുണ്ട്. വേറെ ഇവിടെയല്ല, എൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് അയൺ ചെയ്യാണ്. കിച്ചൂട്ടൻ്റെ പിന്നെ സ്റ്റഡി ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് അയൺ ചെയ്യുന്നത്. ഞാൻ ബെഡിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്യാറ്. പക്ഷേ നെറ്റ് ഉള്ളത് കൊണ്ട് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ട്, കയറി ഇറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്താ പറയുക, പിന്നെ സ്റ്റഡി ടേബിളിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കിച്ചു ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എന്തെല്ലോ പറഞ്ഞ് പിന്നെ കളിച്ചുകൊണ്ടും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു, മൺഡേ എക്സാം അല്ലേ, അതുകൊണ്ട് ഞാൻ അമ്മ പിന്നെ ക്വസ്റ്റ്യൻ തരാം, മോൻ അവിടെ നിന്ന് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു പുതിയ എക്സാം ബോർഡ് വാങ്ങിയത് കൊണ്ട് ത്രില്ലുണ്ടായി പഠിക്കാൻ വേണ്ടിയിട്ട്. എന്നാലും പറഞ്ഞ് നിർബന്ധിച്ചാൽ വരികയൊക്കെ ചെയ്യും. പക്ഷേ എക്സാം ബോർഡ് ഉള്ളതുകൊണ്ട് നിർബന്ധിക്കേണ്ടെന്ന് ആവശ്യമൊന്നുമില്ല. അങ്ങനെ അവൻ ഡൗട്ടുള്ളത് വന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ആ സ്റ്റഡി ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ട് അയൺ ചെയ്തത്. പിന്നെ നമ്മളങ്ങനെ താഴേക്ക് വന്നപ്പോൾ ഫിഷ് ആക്കാനുണ്ടായിരുന്നു. അങ്ങനെ അത് ഫ്രൈ ചെയ്ത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ അങ്ങനെ മീൻ പൊരിക്കാറുള്ളൂ, അല്ലെങ്കിൽ കറി തന്നെയാണ് വെക്കാറ്. അപ്പോൾ പൊരിക്കുന്നതിൻ്റെ മണം കേട്ടിട്ട് കിച്ചൂട്ടൻ വന്ന് ചോറ് വേണമെന്ന്, ഉച്ചയായിരുന്നു. അങ്ങനെ ചോറ് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് കറണ്ട് ഇല്ല, കറണ്ട് ഉണ്ടെങ്കിൽ ടി വി വേണ്ടിയിട്ടാണ് അവൻ ഫുഡ് കഴിക്കാറുള്ളത്. അപ്പോൾ എന്തോ നല്ല മോനായിട്ട് തിന്നുന്നുണ്ട്. എന്തായാലും കുറച്ച് നേരമേ തിന്നുള്ളൂ, അധിക നേരമൊന്നും ഇങ്ങനെ പിന്നെ ക്ഷമയൊന്നും ഉണ്ടാവില്ല. ടി വി കണ്ടിട്ടാണെങ്കിൽ കുറച്ച് നേരം ഇരുന്ന് തിന്നും. അപ്പോൾ ഇങ്ങനെ വാരിയിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. കറി ഉണ്ടായിരുന്നത് കൈപ്പക്ക മസാലയാണ്. അപ്പോൾ അവനത് കൂട്ടാൻ പറ്റില്ല, കയ്പുള്ളത് കൊണ്ട് മീനും മാത്രം കൂട്ടിയിട്ട് അങ്ങനെ കൊടുക്കുകയാണ്, കുറച്ച് അതിൻ്റെ ഗ്രേവി മാത്രം കൂട്ടിയിട്ട്. അപ്പോൾ ക്ഷമ നശിച്ചു. അപ്പോൾ അവന് മതിയായി, ഇങ്ങനെ ടി വി കാണാണ്ടൊന്നും തിന്നാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ കണ്ണ് പൂട്ടിയിട്ട് ഇരിക്കും, പിന്നെ ചോറ് ഉണ്ടയാക്കിയിട്ട് ഇട വെക്കും. അപ്പോൾ കുറുക്കൻ വന്നിട്ട് കട്ടുകൊണ്ട് പോകുന്ന പോലെ വന്നിട്ട് കട്ടുകൊണ്ട് പോകണമെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ തട്ടിപ്പൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇൻട്രസ്റ്റായി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അപ്പോൾ തിന്നാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഓരോ ഉരുളിയാക്കിയിട്ട് പിന്നെ വായിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കട്ടുകൊണ്ട് പോകുന്ന ആകുമ്പോൾ മെല്ലെ മെല്ലെ തിന്നാൻ വന്നു. അങ്ങനെ എങ്ങനെയല്ലോ കുറച്ച് തീറ്റിച്ചു. ഉച്ചയാകുമ്പോഴേക്കും ഏട്ടൻ വരുമെന്ന് പറഞ്ഞു. ഇവിടെ വന്നിട്ടാണ് ഫുഡ് കഴിക്കുക. അപ്പോൾ കല്യാണത്തിന് പോകാനുണ്ട്. കല്യാണം ഉള്ളത് കൊണ്ടാണ് എൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അവിടെ വീട്ടിനടുത്ത് തന്നെ പിന്നെ ഒരു ഏട്ടൻ്റെ കല്യാണമാണ്. അപ്പോൾ ചെറുപ്പത്തിൽ കളിക്കുകയൊക്കെ ചെയ്ത് പിന്നെ ഒരു കളിക്കൂട്ടുകാരനാണെന്ന് പറയാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഏട്ടൻ വന്ന് ഫുഡൊക്കെ കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളങ്ങനെ റെഡിയായി. അങ്ങനെ പോവാൻ ഒരു 4 മണിയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത്. കാറിൽ കയറിയാൽ പിന്നെ പറയണ്ട, കളി തന്നെയാണ്. അങ്ങോട്ടും മുന്നിലും പോയി പിന്നെ ബാക്കിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഞാൻ പിറകെ തന്നെയാണ് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഒന്നാമത് ബെൽറ്റ് ഒഴിവാക്കാവുന്ന രീതിയിൽ ബാക്കിൽ തന്നെയാണ് ഇരിക്കാറ്. പിന്നെ അങ്ങനെ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി നമ്മളൊരു ഷോപ്പിൽ പോയി. തളിപ്പറമ്പ് ലുലുവിലാണ്, ഹൈപ്പർ മാർക്കറ്റിലാണ് പോയത്. അവിടെ പിന്നെ നല്ല ഓഫറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ വാങ്ങിയത് ഫ്രെയിമാണ്. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു റോസാപ്പൂവാണ് അത്. എന്താ പറയുക, ഒരു 3D പിക്ചർ പോലെ കാണാൻ പറ്റുന്ന നല്ല ഭംഗിയും അതുപോലെ തന്നെ നല്ല കാണാൻ വോളിൽ വെച്ചാൽ നല്ല എന്താ പറയുക, നല്ല രസമുള്ള ഒരു ടൈപ്പായിരുന്നു വാങ്ങിയത്. അതിന് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല, അതും അന്നപ്പോൾ മറന്നുപോയി. ഉള്ള ആൾ ചോദിക്കുന്നുണ്ട്, എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ വീട്ടിലേക്ക് പോകുന്നതുകൊണ്ട് പിന്നെ കല്യാണത്തിന് പോകുന്നത് കൊണ്ട് ഒന്നും പിന്നെ വാങ്ങാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങുമായിരുന്നു. കാരണം അത്രയും നല്ല ഓഫർ ഉണ്ടായിരുന്നു. കാരണം ആർക്കെങ്കിലും ഇവിടെ അടുത്തൊക്കെ തളിപ്പറമ്പിൽ അല്ലെങ്കിൽ കണ്ണൂർ ഭാഗത്തൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും അവിടെ പോയി നോക്കാം. നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെയാണ് കണ്ടെടുത്തോളം. അങ്ങനെ ഏട്ടൻ പറഞ്ഞു, ടൈം ഇനിയും ഉണ്ടല്ലോ. അപ്പോൾ ഏട്ടൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ പോയിട്ട്, രാജരാജേശ്വര തളിപ്പറമ്പ് അമ്പലത്തിൽ പോയിട്ട് പിന്നെ പൈസ ഇട്ടിട്ട് വരാമെന്ന്. കാരണം എനിക്ക് പോകാൻ പറ്റില്ല, 7 മാസം കഴിഞ്ഞാൽ പിന്നെ അമ്പലത്തിൽ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഏട്ടൻ അവർ രണ്ടുപേരും പോയിട്ട് പിന്നെ പൈസയൊക്കെ ഇട്ടിട്ട് വന്നു. പിന്നെ നമ്മളൊരു ഹോട്ടലിൽ കയറി അങ്ങനെ ചായ കുടിച്ചു. പിന്നെ നമ്മളവിടുന്ന് ചായ കുടിച്ച് വേഗം വീട്ടിലേക്ക് പോയിട്ട് ജസ്റ്റ് ഒന്ന് കയറിയപാട് തന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിന് തൊട്ടടുത്ത് തന്നെയാണ് ഇതുപോലെ പാറയും കാക്കപ്പൂവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാടൊന്നുമില്ല, അപ്പോൾ കുറച്ചുള്ളൂ. അപ്പോൾ വെയിൽ മങ്ങുന്നത് പിന്നെ ലൈറ്റ് മങ്ങുമ്പോഴേക്കും വേഗം പോയിട്ട് 2-3 ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ കല്യാണത്തിനടുത്തെത്തി. അതാണ് കല്യാണ ചെക്കൻ. പിന്നെ അവിടുന്ന് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ആൾക്കാരൊക്കെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു.
അന്നവിടെ നിന്നില്ല. അന്ന് രാത്രി തന്നെ തിരിച്ചിങ്ങോട്ടേക്ക് വന്നു. മൺഡേ കിച്ചുവിന് എക്സാമൊക്കെ ആയതുകൊണ്ട് പിന്നെ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് പഠിക്കുകയൊന്നും ചെയ്യില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചെറിയൊരു വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീഡിയോനെ കുറിച്ച് കമൻറ്റൊക്കെ ഇടണം. അപ്പോൾ ബൈ ബൈ.